ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സിമ്പിൾ മെയിൻ്റനൻസ് ആണ് എയർ ഫിൽട്ടർ ചേഞ്ചിങ്. അത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ഇരിക്കുമ്പോഴാണ് നല്ല പെരുമഴ. എന്തൊരു ശുഭപ്രതീക്ഷയാണ്. നോക്കൂ ഗൈസ്, എന്നുമില്ലാത്ത മഴ ഇന്ന് പെയ്തു. ഷെഡിൽ നമ്മൾ കയറ്റി വെച്ചിരിക്കുകയാണ്. നമുക്ക് പരിപാടിയിലേക്ക് കിടന്നാലോ. അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ആകെ കൂടെ ഇതേമാതിരി സ്ക്രൂ ഡ്രൈവർ മാത്രം മതി. പിന്നെ നമ്മുടെ വണ്ടിയുടെ ചാവി, വേറെ ഒന്നും വേണ്ട ഗൈസ്. സിമ്പിൾ പരിപാടിയാണ്, ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് വണ്ടി മെയിൻ്റെനൻസ് ചെയ്യുക. വണ്ടിന് ഇഷ്ടമുള്ളൊരു കറക്റ്റ് സമയത്ത് ഇല്ലാത്തവർ ജസ്റ്റ് അവർക്ക് ഓടിക്കാൻ മാത്രമായിട്ടുള്ളൊരു വണ്ടി. നമുക്ക് കുറേ കാര്യങ്ങൾ വലിച്ച് നീട്ടിപ്പിക്കണം. നമുക്ക് പരിപാടിയിലേക്ക് പോകാം. ഒരു ഗൈസ്, കുറച്ച് മഴയുടെ ഇഷ്യൂ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. എന്താ പറയുക, നമ്മളെല്ലാം ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത്. അതിൻ്റേതായ പരിമിതികളും കുറവുകളുണ്ടാവും. എല്ലാവരും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണാം. അതിനോടൊപ്പം നമ്മൾ പുതിയൊരു ഓയിൽ പരീക്ഷണം കൂടി ഉണ്ട് ഈ വീഡിയോടൊപ്പം. നമുക്ക് ലാസ്റ്റ് കാണിക്കാം. നമുക്ക് എൽഫിൻ്റെ ഓയിൽ കിട്ടിയില്ല. നമ്മൾ സ്ഥിരമാകുന്ന ഷോപ്പുണ്ട്, അവിടെ എൽഫിൻ്റെ ഓയിൽ സ്റ്റോക്കില്ല. നമ്മൾ പുതിയൊരു ഓയിൽ പരീക്ഷണം നടത്തുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. പിന്നെ ഓയിൽ ചേഞ്ച് പ്രോപ്പറായിട്ട് മാറ്റുന്ന വീഡിയോ നമ്മൾ ചാനലിൽ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണാം. നമ്മൾ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ കമൻറ്റ് ബോക്സിലും പിന്നായിട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമുക്കപ്പോൾ പരിപാടിയിലേക്ക് പോകാം. ഇതാണ് CD100SS ഇത് വരുന്നത്, എൻ്റെ എയർ ഫിൽറ്റർ. ഒറിജിനൽ ആണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ അവിടെ വരുന്നില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനൊരു MRP വരുന്നത് ജസ്റ്റ് 86 രൂപയോ ആണ്. നമുക്കത് 80 രൂപയ്ക്ക് കിട്ടും. ചാവിട ഇരിക്കുക. ലെഫ്റ്റ് സൈഡിൽ ആയിട്ടാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ വരുന്നത്. ഇത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് അഴിക്കണം. എന്തൊക്കെ നാളെ വീഡിയോകൾ വരാത്ത ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ല സൗണ്ട് കേൾക്കും. ഷീറ്റിന് വെള്ളം വീണാണ്. എന്തൊരു കഷ്ടകാലം നോക്കുക. ഒന്നുമില്ലാത്ത ഒരു മഴയാണ് ഇന്ന് പെയ്തത്. അതാലോചിക്കുമ്പോഴാണ് വല്ലാത്തൊരു കോമഡി. 4 സൈഡും സ്ക്രൂ ഉണ്ടാവും, അത് അഴിക്കുക. ജസ്റ്റ് ക്ലോസ് എടുത്ത് തുടയ്ക്കാം. ഇതാണ് മുറിഞ്ഞല്ലോ. ഇതൊക്കെയാണ് ഇവിടുത്തെ പാർട്സുകൾ. നമുക്ക് ആ കൂടെ സ്പോഞ്ച് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നല്ല രീതിയിൽ തുണി കൊണ്ട് തുടച്ചെടുക്കുക, പൊടികളൊക്കെ ഉണ്ടെങ്കിൽ. ഇവനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. കിളിയാ പോയി. എങ്ങനെയാണോ നിങ്ങൾ ഊരിയത് അതേപോലെ തിരിച്ച് പ്രോപ്പറായിട്ട് വെക്കുക. സ്പോഞ്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് അതിന് പുറം ഭാഗത്തെ കവറൊന്ന് ലോക്ക് ചെയ്ത് വെക്കുക. ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഉള്ളിലത്തെ ആ സപ്പോർട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് ലോക്ക് ചെയ്ത് വെച്ച് സ്ക്രൂ ചെയ്യുക. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. നമുക്കിനി ഓയിൽ ചേഞ്ച് കൂടി ചെയ്യാം. ജസ്റ്റ് ഈ അടിയിലത്തെ ബോൾട്ട് ഉള്ളിലേക്ക് പോയി. അയ്യോ, അതെടുക്കാം. നമ്മളിപ്പോൾ ചൂസ് ചെയ്ത ഓയിൽ കാസ്ട്രോൻ്റെ ആണ്.
അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി. ഒന്നല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം, ഏതാണ് ബെറ്റർ ഓയിലിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ. നമ്മൾ ഒട്ടുമിക്ക ഓയിൽസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ. ഇനി ഇത് പ്ലെയർ വെച്ച് ടൈറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് ടൈം.